നമ്മുടെ ഡെസ്മയിലേക്ക് വരുന്ന ഒരു വ്യക്തിനെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇയാൾ പോകാൻ എലിജിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? നമുക്ക് ഫസ്റ്റ് ഒരു എൻക്വയറി വരികയാണെങ്കിൽ അവരുടെ എലിജിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. ഓസ്ട്രേലിയയിലേക്ക് പോകാനാണെങ്കിൽ ബാച്ചിലേഴ്സ് മിനിമം ക്വാളിഫിക്കേഷൻ വേണം. BSc അല്ലെങ്കിൽ പോസ്റ്റ് BSc MSc അവരൊക്കെ എലിജിബിൾ ആണ്. പിന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ഫുൾ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. അപ്പം NCLEX, OSCE, ലാംഗ്വേജ് ടെസ്റ്റ് അത് കേട്ട് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അവർക്ക് ഓൾറെഡി മൈൻഡിൽ ഉണ്ടാവും, ഓക്കെ ഓസ്ട്രേലിയയിൽ പോകണം, എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ റെഡിയാണ്, അത്രയും സ്പെൻഡ് ചെയ്യാൻ അവർ റെഡിയാണ്, എഫേർട്ട് ഇടാൻ അവർ റെഡിയാണ്. അപ്പൊ അത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് തന്നെ ഓൾറെഡി മനസ്സിലാവും. വേണ്ടാത്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ എഫേർട്ട് ഇടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ആ സ്റ്റേജിൽ തന്നെ അവർ പറയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കൺട്രിയാണ് നോക്കുന്നത്, പേയ്മെന്റ് കുറവ് അല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ലാത്ത കൺട്രിയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് അവരപ്പം തന്നെ അവർ പറയും. സോ നമ്മൾ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാൻഡിഡേറ്റിന്റെ മൈൻഡ് ഏകദേശം അറിയാൻ പറ്റും. സോ ചിലർക്കൊരു പേടി ഉണ്ടാവും, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ബട്ട് ഞാൻ എഫേർട്ട് ഇടാൻ റെഡിയാണ്, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഫണ്ടും ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ മെന്റലി അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്ക് കൂടുതലും ചിലപ്പോൾ കാൻഡിഡേറ്റ്സ് പറയാറുണ്ട് വേറെ സ്ഥലത്തൊക്കെ ചോദിക്കുമ്പോൾ ഒരു 4 lakhs ഓസ്ട്രേലിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെസ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഡെസ്മ എന്താണ് ഒരു 8.5 ലക്ഷം പറയണേ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എക്സാമിന് ഇത്രേ ആവുള്ളൂ. NCLEX ഒരു നോക്കുകയാണെങ്കിൽ ഒരു 34,000 രൂപ, ഓസ്കിക്ക് ഒരു 2-2.5 ലക്ഷം രൂപ അത്രേ വരുള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ പോകണം, വിസ എടുക്കണം, അതെ വിസയുണ്ട്, കോച്ചിങ് ഉണ്ട്, ഇതൊന്നും ആരും പറയുന്നില്ല. ബട്ട് നമ്മള് ജെനുവിൻലി എന്താണോ നടക്കുന്നത് അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ അങ്ങനെ നോക്കുമ്പോൾ മൊത്തം ഒരു 8.5 ലക്ഷം രൂപ ആപ്ര രജിസ്ട്രേഷന് തന്നെ വരുന്നുണ്ട്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു ഘട്ടത്തിലേക്ക് ഇതിലേക്ക് വരാൻ. അതെ അതെ വരാൻ. കോസ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ ആദ്യമേ കൊടുത്തില്ലെങ്കിൽ, കാരണം ഈ ഫണ്ട് റെഡിയാക്കുക എന്ന് പറയുന്നത് നഴ്സസിനെ സംബന്ധിച്ചോളം കുറച്ച് ടഫായിട്ടുള്ള, അതെ അതെ പലരും ചിലവര് ഗോൾഡ് ലോൺ വരെ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജെന്യുവനായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പകുതി സ്റ്റേജ് എത്തുമ്പോൾ ഇത് 4 ലക്ഷം അല്ല ഇനി അഡീഷണൽ ഒരു 4 lakhs കൂടി വേണം എന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് സ്റ്റക്ക് ആവും. സോ ട്രാൻസ്പെറൻസി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.